ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ലൈക്ക് ആൻഡ് ലൈവിലെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം പുറം പോലെ തന്നെ അകം അടിപൊളിയായിട്ടുണ്ട് ചേച്ചി. ഒരുപാട് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ വന്നപ്പോൾ ഒരു ദൈവഭക്തിയുള്ള ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായി. അല്ല, എവിടെ നോക്കിയാൽ കൃഷ്ണനേ ഉള്ളൂ അല്ലേ? കൃഷ്ണനെയും ദേവിയാണ് എൻ്റെ ഇഷ്ടമൂർത്തികൾ. ഓക്കെ. അപ്പം എങ്ങനെ എപ്പോഴും അമ്പലത്തിലൊക്കെ പോകാറുണ്ടോ? എപ്പോഴൊന്നും അങ്ങനെ പോകാറില്ല. പക്ഷേ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ എല്ലാ മാസവും ഗുരുവായൂർ തൊഴാൻ പോകാറുണ്ട്. എല്ലാ മാസം പോകും. ഫ്രണ്ട് സർക്കിൾ ഒരുപാടുണ്ടോ? ഒരുപാടൊന്നുമില്ല, ഒരു വിരലിൽ എണ്ണാവുന്ന 6-7 ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെ ഫാമിലി. ഇപ്പം എൻ്റെ ജീവിതയാത്രയിൽ അവരാണ് എൻ്റെ സപ്പോർട്ടിങ് പില്ലേഴ്സ്. അവരുടെ ഫോട്ടോസൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇതാണല്ലേ? ഓക്കെ. ഇവര് 3 പേരെന്ന് പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരെൻ്റെ 5ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ്. ഇപ്പോഴും അതേ സ്നേഹബന്ധം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നു. അതെവിടെയും കാണാത്ത ഒന്നാണ് അല്ലേ? നമ്മൾ ഈ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാന്ന് പറയുന്ന സംഭവം നമ്മൾ എവിടെയും കാണാത്തതാണ്. കുറച്ച് ആ ടൈമിൽ ആരെയാണോ കാണുന്നത് അപ്പൊ കുറച്ച് കാലം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ല. എൻ്റെ മോൻ എപ്പോഴും പറയും, അമ്മ സത്യം പറഞ്ഞാൽ നിങ്ങളോട് അസൂയ തോന്നും. ഞങ്ങളുടെ ഒരു ഗെറ്റ് ടുഗദർ ഒക്കെ വെക്കുമ്പോഴേ അവരുടെ മക്കളും ഒക്കെ ആയിട്ട് അപ്പൊ അവര് തന്നെ പറയും, ഞങ്ങളുടെ കൂടെ പഠിച്ച പിള്ളേരെ ഒന്നും ഇപ്പൊ ജസ്റ്റ് കാണുമ്പോൾ ഇല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ജസ്റ്റ് ഒരു മെസ്സേജ്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ രാത്രിയിലൊരു എത്ര വൈകിയാലും, ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ഒരു 12 മണി മുതൽ ഒരു 12:40 വരെ അതിൽ ഒരാളുടെ ബർത്ത്ഡേ എന്ന്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ബർത്ത്ഡേ വിഷ് ചെയ്ത് ഒരു 40 മിനിറ്റ്സ് ഞങ്ങൾ വീഡിയോ കോളൊക്കെ ചെയ്ത് ആ പഴയ വൈബ് ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ എല്ലാം നമ്മൾ മറക്കും. അതെ. ട്രിവാൻഡ്രം തന്നെയാണോ ചേച്ചി? ബേസിക്കലി ട്രിവാൻഡ്രം. ഞാൻ ട്രിവാൻഡ്രാണ് ജനിച്ചതും വളർന്നതും ഒക്കെ ഇവിടെ തന്നെയാണ്. അപ്പൊ ഈ ഫാമിലി എല്ലാം ഇവിടെ തന്നെ ഉണ്ടോ? എല്ലാവരും. എൻ്റെ അച്ഛൻ്റെ സ്ഥലം വർക്കലയാണ്. ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ കവടിയാർ. അപ്പൊ ഈ അവാർഡ്സ് ഒക്കെ കുറെ കിട്ടിയിട്ടുണ്ട്. അവാർഡ്സ് ഉണ്ട്, സ്നേഹ ആദരവിന്റെ ആണ് കൂടുതൽ മൊമെന്റ്. പിന്നെ ഇപ്പൊ എനിക്ക് സത്യജിത്ത് റേ അവരുടെ ബെസ്റ്റ് ടാലന്റഡ് ആക്ട്രസിന്റെ ഒരു അവാർഡ് ഇപ്പൊ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 1-ാം തീയതിയാണ് അത് കിട്ടുന്നത് അല്ലേ? ഓക്കെ. എന്തായാലും വീടിന്റെ ആംബിയൻസ് എനിക്ക് ഇഷ്ടപ്പെടും. ഭയങ്കര കാം ആൻഡ് ക്വൈറ്റ് ആയിട്ട്. അത് എല്ലാരും ഇവിടെ വരുന്നവരെല്ലാരും പറയും അല്ലേ? എനിക്ക് കയറി വന്നപ്പോ അതെ ഒരു ഭയങ്കര ബുദ്ധയൊക്കെ വെച്ചിട്ട് ഞാൻ ബുദ്ധന്റെ ആളും കൂടി ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എവിടെയെങ്കിലും ഒക്കെ ഇപ്പം പോകുമ്പോഴത്തേക്ക് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് ബുദ്ധനെയാണ് കൂടുതൽ കിട്ടുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ ഈ കൃഷ്ണൻ ആണ് ഇഷ്ട ദൈവമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ വേറെ ഏതൊക്കെ അമ്പലങ്ങളിൽ പോയിട്ടുണ്ട്? ഈ കൃഷ്ണന്റെ അമ്പലം ഒരുപാട് അമ്പലങ്ങളില്ലേ ഈ ഗുരുവായൂർ അല്ലാണ്ട് തന്നെ? ഗുരുവായൂർ, തിരുപ്പതി. ഇപ്പൊ മോളെയും കൊണ്ട് ഞങ്ങള് ഒരു വലിയൊരു തിരുപ്പതിക്ക് പോയിട്ട് വന്നു. അതെനിക്ക് ജീവിതത്തിൽ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുഞ്ഞിനെയും കൊണ്ട് പോയി തൊഴാൻ പറ്റുക എന്നുള്ളത്. എത്ര ദിവസം? അതൊരു 4-5 ദിവസം എടുത്തു പോയിട്ട് വരാനായിട്ട്. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ നമുക്ക് സീരിയൽ ഇതിലോട്ട് വരാം. അപ്പൊ എന്താണ് ഇപ്പൊ സീരിയൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് ഏതാണ്? ഇപ്പൊ കറന്റ്ലി റണ്ണിങ് സീരിയൽ ഏഷ്യാനെറ്റിൽ സ്നേഹക്കൂട്ട്. അതില് നല്ലൊരു ലീഡിങ് ക്യാരക്ടറാണ് ചെയ്യുന്നത്. പോസിറ്റീവ് ഉണ്ട്. ഇപ്പോഴൊരു നെഗറ്റീവ് ഷെയ്ഡിലാണ് ഈ എപ്പിസോഡ് പൊക്കോണ്ടിരിക്കുന്നത്. അത് കൊള്ളാം. അപ്പൊ ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ അമ്മമ്മ എടുത്ത് പറഞ്ഞു, ഞാൻ ഇതുപോലെ ഇന്ന ആളുടെ ഇന്റർവ്യൂ എടുക്കാൻ പോവാണ്, ഒന്ന് വിളിച്ചിട്ട് വാ, ഞാനൊന്ന് അവളെ ഒന്ന് കാണട്ടെ, വിളിച്ചിട്ട് വാ. അമ്മ പറയാണ് ഇപ്പൊ അവള് കൊള്ളൂല, നേരത്തെ കൊള്ളായിരുന്നു, ഇപ്പൊ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ മകനെ സംശയിച്ച് മകനോട് പ്രതികാരം ചെയ്യുന്ന ഒരു അമ്മയായിട്ട് ഇപ്പൊ ചേച്ചി നന്നായിട്ട് ചെയ്യുന്നുണ്ട് അത്. അപ്പൊ ഈ സിനിമയും സീരിയലും ഇപ്പൊ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്യുന്ന സിനിമ ഏതാണ് റീസെന്റ് ഇപ്പൊ ചെയ്തത്? അഭിലാഷ് വാര്യർ ഡയറക്ട് ചെയ്ത അരൂപി ഹൊറർ മൂവിയാണ്. ഒത്തിരി നല്ല, അതിനകത്ത് ഹീറോയുടെ അമ്മയുടെ ക്യാരക്ടറാണ് ചെയ്തത്. പട്ടാമ്പി കാളിയാർ മഠത്തിലാണ് അതിൻ്റെ ആ മനയിലൊക്കെ ആണ് ഷൂട്ട് നടന്നത്. ഇപ്പം അതിൻ്റെ പാച്ച് വർക്ക് കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതിനാണ് ഞാൻ പോയിട്ട് വന്നതെന്ന് പറഞ്ഞത്. ഇപ്പോൾ ഡബിങ്ങും ചേച്ചി തന്നെയാണോ? ഡബിങ്, സിനിമയുടെ ഡബിങ് എല്ലാം ഞാൻ തന്നെ. സീരിയലിൽ ചേച്ചിയല്ല? സീരിയലിൽ ചെയ്യാൻ സമയം കിട്ടാഞ്ഞിട്ടാണ്. കാര്യം അറിയാലോ, ഇപ്പൊ മറ്റന്നാൾ ടി വിയിൽ വരേണ്ട എപ്പിസോഡ് ഇന്നായിരിക്കും എടുക്കുന്നത്. അത് കഴിഞ്ഞ് രാത്രി അതിൻ്റെ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഡബിങ്ങിന് പോകണം. അപ്പോൾ എനിക്ക് പോയി വരുമ്പോൾ കുഞ്ഞിൻ്റെ കാര്യം നോക്കലും മുടങ്ങും. പിന്നെ ആ കിട്ടുന്ന ഓൾട്ടർനേറ്റ് ഡേയ്സ് ഷൂട്ടില്ലാത്തപ്പോഴായിരിക്കും മോളെയും കൊണ്ട് ഞാൻ ട്രീറ്റ്മെന്റിന് പോകുന്നത്. അപ്പൊ അതൊന്നും നടക്കില്ല. അപ്പൊ ഈ സ്കിൻ കെയറും ഈ വർക്കൗട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ? സ്കിൻ കെയറോ? എന്നെ കണ്ടിട്ട് സ്കിൻ കെയറും വർക്കൗട്ടും ചെയ്യുന്നതെന്ന് എനിക്ക് പറഞ്ഞാൽ അതൊരു ചോദ്യം.
എന്നാലും ഒന്ന് അങ്ങ് ചോദിച്ചതേ ഉള്ളൂ. സ്കിൻ കെയർ ഒന്നും ചെയ്യാറില്ല ഈ ടൈമില്? സ്കിൻ കെയർ ഒന്നും ചെയ്യാറില്ല, പ്രായം ഏറി തുടങ്ങി. എന്നാലും നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കണ്ടേ എപ്പോഴും? അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ വല്ല ബ്യൂട്ടി ടിപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കൂ. അങ്ങനെ പ്രത്യേകിച്ച് ബ്യൂട്ടി ടിപ്സ് ഒന്നും ചെയ്യാറില്ല. ജന്മനാ ഉള്ള ഭംഗിയും കോലമൊക്കെ ആണ് അല്ലേ? അതാണോ ഉദ്ദേശിക്കുന്നത്? ജന്മനാ ഉള്ളതാണെന്ന് പറയാനാണ് ഉദ്ദേശിക്കുന്നത്? താനൊക്കെ മാറാൻ വേണ്ടിട്ട് വീട്ടിൽ തന്നെ തൈര് അങ്ങനെയൊക്കെ. തൈര് പറയുന്നാന്ന് കൊണ്ടോ പറയാനുണ്ടോ? അതൊക്കെ സീക്രട്ട് ആണ്, അതാണ് പറയാത്ത. പിന്നെന്താ പറഞ്ഞേ? ബ്യൂട്ടി തടിയുടെ കാര്യത്തിലല്ലേ? അത് പറഞ്ഞു എല്ലാരും മടുത്തൊരു കാര്യം. വർക്കൗട്ട് ചെയ്യല്ല. വർക്കൗട്ട് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ അമിതമായി ഭക്ഷണം കഴിക്കുന്ന ആളല്ല. പിന്നെ ഇപ്പൊ എത്രയോ നാളായി ഞാൻ ചോറ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവോയ്ഡ് ചെയ്ത്, മധുരം അവോയ്ഡ് ചെയ്ത്, എക്സസൈസ് കറക്റ്റായിട്ട് ചെയ്യില്ല. പറഞ്ഞു മടുത്തു. ചെയ്യണമെന്നുണ്ട്. ഇവിടെ തന്നെ വില്ലയില് ജിമ്മുണ്ട്. ഇന്ന് രാവിലെ തന്നെ ഇവിടെ വില്ലയില് അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞു, സിദ്ധു ജിമ്മിലൊന്ന് പൊക്കൂടെ എന്ന്. പട്ടിണി കിടക്കാൻ ഞാൻ തയ്യാറാണ്, പക്ഷെ എക്സസൈസ് ഭയങ്കര മടിയാണ്. ഇപ്പൊ പിന്നെ ഡാൻസ് വീണ്ടും ഒന്ന് പൊടി തട്ടി എടുക്കാൻ വേണ്ടി ഡാൻസ് പ്രാക്ടീസ്. പാട്ടൊക്കെ പാടൂ? ഡാൻസ് പറഞ്ഞു, പാട്ട് പാടിയിരുന്നു. അപ്പൊ ഇപ്പൊ ഇല്ല, ഇപ്പൊ വോക്കൽ കോഡ് ട്രീറ്റ്മെന്റിലാണ്, റെസ്റ്റിലാണ്. അപ്പൊ പാടാൻ പറ്റില്ല. ശരി, അപ്പൊ ബ്യൂട്ടി ടിപ്സ് ഒന്നും നമുക്ക് പറഞ്ഞു തരുന്നില്ല ഗൈസ്. ഇനി ഇതിനെപ്പറ്റി കൂടുതൽ ഞാൻ ചോദിച്ചെങ്കിൽ ഞാൻ ചമ്മേണ്ട വരും. അതൊക്കെ സീക്രട്ട് ആണ്, ചിലർ പറഞ്ഞു തരത്തില്ല. അപ്പൊ ഇവിടെ എങ്ങനെ വന്ന് എത്തിപ്പെട്ടു? ഈ വില്ല എങ്ങനെ കണ്ടുപിടിച്ചു? ഇതിപ്പോ ഞങ്ങള് 3-3.5 വർഷമാവുന്നു ഈ വില്ലയിലോട്ട് താമസം മാറിയിട്ട്. 3-3.5 വർഷമായി. എങ്ങനെ? നല്ല അടിപൊളി പ്രകൃതി രമണീയമായ സ്ഥലമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളി പുഞ്ചക്കരി പാടവും ഒക്കെ നിങ്ങൾ വരുമ്പോ കണ്ടില്ലേ? അതിൽ ഭയങ്കര സൈലന്റ് ആയിട്ടുണ്ട്. സൈലന്റ് ഏരിയ ആണ്. മെഡിറ്റേഷൻ ഒക്കെ ഞാൻ ചെയ്യുന്ന ആളാണ്. അപ്പം ചിലപ്പോ രാത്രിയിൽ പുറത്തൊക്കെ 11 മണിയൊക്കെ ആകുമ്പോ പുറത്തിരുന്ന ഭയങ്കര വൈബാണ്. മെഡിറ്റേഷൻ എത്ര ടൈം ചെയ്യും ചേച്ചി? ഞാൻ അടുത്ത് അതിലോട്ട് വരികയായിരുന്നു. മെഡിറ്റേഷൻ ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ചെയ്യാൻ. മെഡിറ്റേഷൻ തമാശ പറയല്ല, ചില സമയത്ത് ചിലപ്പോൾ 1 hour ഒക്കെ പോകും. അത് ശരി. അപ്പോൾ അത് പറ്റും. ഇതിൻ്റെ ഇത്രയും തിരക്കിൻ്റെ ഇടയിലും അത് ഞാൻ നമ്മൾ വർക്കൗട്ട് ചെയ്യും. നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഇതിനെക്കുറിച്ച് അറിഞ്ഞൂടാത്ത വ്യൂവേഴ്സ് ആയിരിക്കും കാണുന്നത്. അപ്പം വേണമെങ്കിൽ അതിനെ അത് എന്താണെന്ന് കുറച്ച് പേർക്കെങ്കിലും അത് അറിയാൻ ആഗ്രഹം ഉണ്ടാകുമോ? ഈ ഇതെന്ന് പറയുന്നതെല്ലാം നമ്മൾ കുറച്ച് സമയം നമുക്ക് വേണ്ടി നമ്മളിലുള്ള ഈശ്വരനെ തേടി കുറച്ച് സമയം ഇരിക്കണം. ലൈഫിൽ ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ നമുക്ക് തന്നെ പറ്റും. നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം വിട്ടുകൊടുത്താൽ മതി. നോ തോട്ടിലിരിക്കാൻ പ്രാക്ടീസ് ചെയ്യണം ആദ്യം. പിന്നെ ആരോടും ഒരു വിദ്വേഷം വേണ്ട, ആരെയും ജഡ്ജ് ചെയ്യണ്ട. നമ്മളെ ഉപദ്രവിക്കുന്നവരെയും നമ്മൾ അങ്ങോട്ട് അതേപടി നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് അവർക്ക് ഫോർഗീവ്നെസ് കൊടുക്കുക. ഇതൊന്നും ചിലപ്പോൾ ഞാൻ പറഞ്ഞാൽ സാധാരണക്കാർ ചിലപ്പോൾ എന്നെ കളിയാക്കിയും തോന്നും, പക്ഷെ അതാണ് സത്യം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ആ പ്യുവർ കോൺഷ്യസ്നെസ്സിലേക്ക് എത്താൻ പറ്റും. ഞാനിത് കുറേ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാനിത് സത്യം പറഞ്ഞാൽ ഞാനത് ട്രൈ ചെയ്തിട്ടില്ല. എനിക്കത് ചെയ്യണമെന്നുണ്ട്. മെഡിറ്റേഷൻ ഞാൻ ഇവിടെ നിന്ന് അന്വേഷിച്ചായിരുന്നു എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത്. എനിക്ക് എങ്ങനെ അത് ചെയ്യണമെന്നല്ല, തേടി പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഏറ്റവും ആദ്യം വേണ്ടത് നമ്മൾ നോ തോട്ടിലിരിക്കാൻ പ്രാക്ടീസ് ചെയ്യുക. അത് നമുക്ക് തനിയെ കിട്ടും. ചേച്ചി അന്ന് നമ്മുടെ ചാനൽ ഷോയ്ക്ക് എല്ലാവരും ടീമായിട്ട് മാറ്റിയപ്പോൾ എല്ലാവരും ഇങ്ങനെ കൈ കൊടുത്തപ്പോൾ സൗപർണികയുടെ കയ്യിൽ പിടിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു എനിക്ക് എന്തോ ഒരു പവർ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? അപ്പോഴാണ് ചേച്ചിക്ക് അപ്പോൾ എന്തോ പവർ ഉണ്ടല്ലോ. മെഡിറ്റേഷൻ ചെയ്ത് കിട്ടിയതാണോ അത്? അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ ചിലപ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. ചിലരെ നമ്മളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർ വന്നിരിക്കുമ്പോഴൊക്കെ നമുക്ക് ആ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യും അല്ലേ? അപ്പോൾ ഈ മാനിഫെസ്റ്റേഷൻ അതൊക്കെ ഇപ്പോൾ എല്ലാവരും പറയുന്ന ഒരു വാക്കാണ്. എവിടെ നോക്കിയാലും മാനിഫെസ്റ്റ് ചെയ്യാന്ന്. അതിനെക്കുറിച്ച് ചേച്ചിയുടെ അഭിപ്രായം എന്താ? മാനിഫെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ ഒരു കാര്യം നമ്മൾ മനസ്സിൽ അത് ഉറപ്പിച്ച് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി എപ്പോഴും ആ തോട്ട് കൊണ്ടുപോകരുത്. എങ്കിൽ അത് നടക്കാതെ നീണ്ടു പോകും. നമ്മളത് യൂണിവേഴ്സിനെ ഏൽപ്പിച്ചിട്ട് ജസ്റ്റ് അതങ്ങ് ലീവ് ഇറ്റ്. നമുക്കത് കിട്ടിയതായി നമ്മൾ അത് കണ്ട് അതിനെപ്പറ്റി ചിന്തിച്ച് സന്തോഷിച്ച് പിന്നെ അതിനെ കുറിച്ച് അങ്ങ് മറന്നു കളയാം. അപ്പൊ അത് നമ്മളെ തേടിയെത്തും. യൂണിവേഴ്സ് നമ്മളിലേക്ക് കൊണ്ടടുപ്പിക്കും. ഇതൊക്കെ ടെക്നിക്സ് ആണ്. അത് നമ്മളെ ഓരോരുത്തർക്കും അവരവരുടെ എക്സ്പീരിയൻസ് അനുസരിച്ചായിരിക്കും പറയാൻ പറ്റുക. അപ്പോൾ ചേച്ചി ഇപ്പോൾ മെഡിറ്റേഷനെ കുറിച്ച് പറഞ്ഞു, മാനിഫെസ്റ്റിനെ കുറിച്ച് പറഞ്ഞു, അപ്പോൾ ദൈവവിശ്വാസിയാണെന്നുള്ളതും പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി.
അപ്പം ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ, ഈ വാസ്തു ചേച്ചി വിശ്വസിക്കുന്നുണ്ടോ? വാസ്തുവിനിൽ വിശ്വാസമൊക്കെ ഉണ്ട്. വാസ്തു എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഒരു കണക്കാണ്. നമ്മളിപ്പോൾ വീട് വയ്ക്കുമ്പോൾ വാസ്തു പ്രകാരം വീട് വയ്ക്കുക, പിന്നെ ഒന്നിലും അന്ധമായി നമ്മൾ ചെന്ന് വീഴാതിരിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ബുദ്ധൻ എന്ന് പറയുന്നത് ഈ കണ്ണടച്ചിരിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ വീട്ടിനകത്ത് വെക്കില്ല, ഈ ശിവനായാലും കണ്ണ് ധ്യാനിച്ചിരിക്കുന്ന ശിവനെ വീടിനകത്ത് വെക്കില്ല, ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഞാനും കേട്ടിട്ടുണ്ട്. നമ്മളിപ്പം പൂജാമുറിയിലൊക്കെ ആയാലും ധ്യാനത്തിലിരിക്കുന്ന ശിവന്റെ ചിത്രം വെക്കാറില്ല. അതെ. അപ്പം അതെന്താ വെക്കാൻ കാരണം എന്താ? അപ്പം അതിൽ പക്ഷെ എനിക്ക് ബുദ്ധനെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കിട്ടുന്നതെല്ലാം ബുദ്ധനാണ് കൂടുതലും വീട്ടിലെല്ലാവരും. പിന്നെ ഞാൻ അങ്ങനെ ദശ നോക്കിയൊന്നും വെക്കാറില്ല. അപ്പൊ ചേച്ചിക്ക് അതിലൊന്നും വിശ്വാസമില്ല? ഇല്ല, അങ്ങനെ അന്ധമായ വിശ്വാസമൊന്നുമില്ല. ഇതിപ്പോ ഇവിടെ എല്ലാം വെച്ചിരിക്കുന്നതിൽ ഒരു ദോഷമൊന്നും എനിക്ക് സംഭവിച്ചിട്ടൊന്നുമില്ല. ചിലവരിങ്ങനെ പറഞ്ഞില്ല നമുക്ക് മയിൽപ്പീലി വെക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മയിൽപ്പീലി ബണ്ടിലായിട്ട് ഇങ്ങനെ വെക്കുന്നത് നല്ലതാന്നാ പറയുന്നത്. ആണോ? പക്ഷെ ഞങ്ങളുടെ ഇത് ഞാന് ഓരോ പ്രാവശ്യവും ഗുരുവായൂർ പോകുമ്പം കൃഷ്ണനും അവിടെ പീലി വെക്കും, അവിടെ നിന്നും ഒരു പീലി ഞാൻ കൊണ്ടുവരികയും ചെയ്യും. വാങ്ങിച്ചുകൊണ്ട് കൃഷ്ണനും വെക്കും. വെളിയിൽ നമ്മൾ കയറുമ്പം കൃഷ്ണന്റെ ഒരു കുഞ്ഞു വിഗ്രഹം കാണുമല്ലോ, അപ്പം അതിൽ അവിടെ വെക്കുകയും ചെയ്യും, ഒരെണ്ണം വാങ്ങിക്കൊണ്ട് വരികയും ചെയ്യും. ഓക്കെ. അപ്പോൾ ചേച്ചി ഇപ്പോൾ എന്തായാലും ഒരു 2 വർഷമായിട്ട് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് എന്നുള്ള കാര്യം എനിക്കറിയാം. മോസ്റ്റ്ലി ഇപ്പം എല്ലാവർക്കും അറിയാം. അദ്ദേഹം തന്നെ അത് പറഞ്ഞിട്ടുമുണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും ഒറ്റയ്ക്ക് ഒരു പെണ്ണ് താമസിക്കുമ്പോൾ ജീവിക്കുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഇല്ലേ? അപ്പോൾ ഈ സ്ത്രീ സുരക്ഷയെ പറ്റി ചേച്ചിക്ക് എന്താ ഒരു അഭിപ്രായം? സ്ത്രീ സേഫ് ആണോ? നമ്മുടെ ഈ ഒരു നാട്ടിൽ സേഫ് ആണോ? എന്താണ് ചേച്ചിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്? അങ്ങനെ ആധികാരികമായിട്ടൊന്നും ചോദിക്കല്ലേ. നോർമലായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള സ്ത്രീ ശാക്തീകരണം എന്നുള്ളൊരു വാക്ക് ഇപ്പോഴും പലയിടത്തും പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പോഴും സ്ത്രീകൾക്ക് ഒരു സുരക്ഷിതത്വം ഉറപ്പായിട്ടും എവിടെയും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവൾക്ക് കിട്ടുന്ന മാന്യതയും ബഹുമാനവും കെയറും സപ്പോർട്ടും ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ, അങ്ങനെ ഒരു നാടാണെങ്കിൽ ഇപ്പോഴും എവിടെയും സ്ത്രീ ശാക്തീകരണം എന്നും പറഞ്ഞ് പൊക്കി പിടിച്ചുകൊണ്ട് പോകില്ലായിരുന്നു അല്ലേ? എല്ലാ മേഖലകളിലും സ്ത്രീകളേക്ക് തുല്യ പ്രാധാന്യം കിട്ടിയാൽ അത് വരില്ല. അതെ. അപ്പോൾ നമ്മൾ ഈ ചേച്ചി ഇപ്പോൾ എന്തെങ്കിലും വീഡിയോസും അതൊക്കെ ഇടുമ്പോൾ എന്തെങ്കിലും ബാഡ് കമൻസുകളൊക്കെ വരാറുണ്ട്. ചിലപ്പോൾ നല്ല കമൻസും ആയിരിക്കും. അപ്പോൾ ചേച്ചി അതിനെ എങ്ങനെ നോക്കി കാണുന്നത്? കട്ടയ്ക്ക് നിന്ന് ഞാൻ കമൻസിന് പിറകെ പോകാറില്ല. ജനങ്ങൾ പല അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ അവരല്ല ജീവിക്കുന്നത്, ജീവിച്ച് തീർക്കേണ്ട നമ്മളാണ്. അപ്പം നമ്മളിലുള്ള ശരി, പിന്നെ നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യാതെ ജീവിക്കുക, മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ ജീവിക്കുക. അപ്പോൾ ചേച്ചി ഇപ്പം ഈ വർക്കുകൾ ചെയ്തുള്ള ഒരു രീതിയിൽ തന്നെയാണ് എങ്ങനെ ലൈഫൊക്കെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? മുമ്പത്തെ ലൈഫും ഇപ്പോൾ ഈ 2 വർഷമായിട്ടുള്ള ലൈഫും തമ്മിൽ എന്ത് ചേഞ്ചാണ് തോന്നിയിട്ടുള്ളത്? മെൻ്റലിയും ഫിസിക്കലിയും എന്താ പറയുക, എപ്പോഴും ഹാപ്പി ആയിരിക്കണമെന്നില്ലല്ലോ. അതെ. ഞാൻ ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യമായാലും ഇപ്പം മകനിപ്പോൾ ജോലിയായി. എവിടെയാ? അവൻ ബാംഗ്ലൂർ എയർപോർട്ടിൽ വർക്ക് ചെയ്യുകയാണ്. അവിടുത്തെ ഡയറക്റ്റ് സ്റ്റാഫായിട്ട് റാമ്പ് സൂപ്പർവൈസറാണ്. അപ്പോൾ ആ കാര്യത്തിൽ ഒരു സന്തോഷമുണ്ട്. മകൻ ഒരു നിലയിലായി, അവൻ്റെ ജീവിതം ഇനി സെക്യൂറായിട്ട് അവൻ കയറിക്കോളും എന്നുള്ളത്. ഇനി അടുത്ത എൻ്റെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മകള്, അവളെ എപ്പോൾ വേണോ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ശരിയാവും എന്നാണ് ഡോക്ടർ ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത്. കാര്യം ഒരു മെൻ്റലി ഡിസീസൊന്നും അല്ല അവളുടേത്. അവൾക്ക് ശരിക്കും ഹൈഡ്രോസെഫാലസ് എന്ന് പറഞ്ഞൊരു അസുഖമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇപ്പം ഡോക്ടർ പറയുന്നത് മിറാക്കിൾ ഇറ്റ് വിൽ ഹാപ്പൻ, എപ്പോൾ വേണം സംഭവിക്കാം അന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഇപ്പം ബോഡിക്കുള്ള ട്രീറ്റ്മെൻ്റ് ആയാലും ഫിസിയോതെറാപ്പി ആയാലും ചെയ്യുന്നുണ്ട്. ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. അതെ, ദൈവത്തെ വിളിക്കൂ, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാം നല്ലതുണ്ടാവട്ടെ എത്രയും പെട്ടെന്ന് തന്നെ. പിന്നെ എന്തൊക്കെ സങ്കടങ്ങളും ഉണ്ടെങ്കിലും സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം. നമ്മളിലുള്ള സന്തോഷം ഇപ്പം ഈ മൊമെൻറ്റ് ഇത് എങ്ങനെ സന്തോഷത്തോടെ ഇരിക്കാമോ അത്. കാര്യം അടുത്ത നിമിഷം നമ്മുടെ കയ്യിലല്ല. അത് നമ്മൾ പെട്ടെന്ന് ഡെസ്പായിട്ട് ഒരു കാര്യമില്ല. ജീവിതത്തിൽ നമുക്ക് ഏറ്റക്കുറച്ചുകൾ എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. മറ്റുള്ളവർ തരണം ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അത് ഹാൻഡിൽ ചെയ്യാൻ ചില സമയം ഓക്കെ, നമ്മൾ അത് ഹാൻഡിൽ ചെയ്ത് എങ്ങനെ ഓക്കെ നമുക്ക് പറ്റും, ഐ ക്യാൻ എന്ന് പറഞ്ഞ്
ഞാൻ ചെയ്യും. ചില സമയത്ത് എന്തെങ്കിലും ചെറിയൊരു സംഭവമായിരിക്കും. ഇപ്പം വർക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ വർക്ക് ഇപ്പോൾ എനിക്കൊരു 2 മാസം അടുപ്പിച്ച് വർക്കില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യം പോക്കാ. എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചു എനിക്ക് വർക്കില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇതുപോലെ പറയും, നീ എന്തിനു ടെൻഷൻ അടിക്കുന്നത്? നീ ഈ മുഖം ഒന്ന് കാണിക്കാൻ വേണ്ടി ആൾക്കാർ കാത്തിരിപ്പുണ്ട് അല്ലേ? അപ്പം നീ ഇത്രത്തോളം എത്തിയില്ലേ? എല്ലാവരും കുറേ പേര് ഇങ്ങനെ ഇരിപ്പുണ്ട്, വർക്കില്ലാതെ ഇരിപ്പുണ്ട്, നീ ടെൻഷൻ അടിക്കണ്ടെന്ന് പറയും. പക്ഷേ എനിക്ക് ചേച്ചി ഇപ്പോൾ പറയുന്ന ഈ ഒരു നിമിഷം നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് പറയില്ലേ, ഞാൻ ചിന്തിക്കുന്നത് അടുത്തതെന്താ, ഇനി ഇവിടെ നിന്ന് പോയിട്ട് എന്താ, അതൊക്കെ ഞാൻ ചിന്തിക്കും. അടുത്ത നിമിഷം നമ്മൾ ഉണ്ടാവുമെന്ന് എന്തുറപ്പ്? അത്രയങ്ങ് ചിന്തിക്കാൻ എൻ്റെ ഒരു കുഴപ്പമാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ഇനി സിനിമയിലോട്ട് തന്നെ വരാം. ഇപ്പോൾ ചേച്ചി ഇപ്പോൾ കളങ്കാവിൽ മൂവി ചെയ്തുല്ലോ. ആ മൂവി ചെയ്തപ്പോൾ അതിൻ്റെ സീൻ ഞാൻ ആ മൂവി കണ്ടു. ആ സീനിൽ കാറിനകത്തേക്ക് ഇരിക്കുന്ന ഒരു സീനായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഒരു നേരത്തെ പറഞ്ഞു തന്നോ? പ്രോംപ്റ്റിംഗ് ഇല്ലല്ലോ മൂവിയിൽ? ഇല്ല, സിംഗ് സൗണ്ട് ആയിരുന്നു. അപ്പോൾ അതിൽ മമ്മൂക്കയും ഞാനും ഇരിക്കും. അപ്പോൾ മമ്മൂക്കയുടെ കയ്യിൽ ഇങ്ങനെ സീൻ്റെ സ്ക്രിപ്റ്റ് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം മമ്മൂക്ക കയറിയിരുന്നിട്ട് ഞങ്ങൾ 2-3 തവണ പറഞ്ഞു നോക്കി. അപ്പം അതിനകത്ത് എഴുതിയിരിക്കുന്ന അതേപോലെ പറയണമെന്നുമില്ല. മമ്മൂക്ക പറയുന്നതിന് ഞാൻ മറുപടി പറയുന്നു. 1-2 തവണ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കി. അപ്പോൾ സ്ക്രിപ്റ്റ് പോലെ അല്ല നിങ്ങൾ പറഞ്ഞത്? സ്ക്രിപ്റ്റ് ചിലപ്പോൾ അതിൽ അതേ വാക്ക് തന്നെ പറയണമെന്നൊന്നുമില്ല. ഇല്ല, ഞാൻ ഏറ്റവും കൂടുതൽ പേടിച്ചത് വർഷങ്ങൾക്ക് ശേഷം ഗാനഗന്ധർവനിൽ ഞാൻ പറഞ്ഞില്ലേ, പിഷാരടിയുടെ മൂവി, അതിൽ വിളിച്ചിട്ട് ഫസ്റ്റ് കാരവാനിൽ നിന്ന് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പം AD വന്നിട്ട് സ്ക്രിപ്റ്റ് വന്ന്, ചേച്ചി ഇതാണ് സീൻ എടുക്കാൻ പോകുന്നത് ഇപ്പോൾ. അപ്പം ഞാൻ ഇങ്ങനെ വായിച്ചു നോക്കി. ചെറിയൊരു സീനാണ്. മനോജ് K. ജയനും മമ്മൂക്കയും പ്രിൻസിപ്പളിനെ കാണാൻ വരുന്നൊരു സീനുണ്ട്, ഞാൻ വിളിപ്പിച്ചിട്ട് വരുന്നതായിട്ട്. അപ്പം ഫസ്റ്റ് എടുക്കാൻ പോകുന്ന ഷോട്ട് വന്നിട്ട് അവരുടെ 2 പേരുടെ ഇൻ ബിറ്റ്വീൻ എൻ്റെ ക്ലോസാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ക്യാമറ ബാക്കിൽ, അതാണ് ഫസ്റ്റ് ഷോട്ട്. അപ്പോൾ എല്ലാം എവറിത്തിങ് സെറ്റായിട്ടാണ് മമ്മൂക്ക ഇറങ്ങി വരുള്ളൂ. അപ്പം പിഷാരടി ആ സമയം ഇപ്പോൾ വന്നിട്ട് പറഞ്ഞു, ചേച്ചി എല്ലാം ഓക്കെ അല്ലേ? ഞാൻ ഡയലോഗ്സ് ഒക്കെ പഠിച്ചോ? ഞാൻ പറഞ്ഞു, എന്തിനാ പഠിക്കുന്നത്, പ്രോംപ്റ്റ് ചെയ്യില്ലേ? എൻ്റെ പൊന്നു ചേച്ചി, സിംഗ് സൗണ്ടാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു ഇത് മൈക്ക് വെച്ച് തരും, അതെന്താന്ന് പോലെ അറിയില്ല. എനിക്ക് അതോ ഞാൻ പറയാനുള്ള അത് ആ സ്ക്രിപ്റ്റിൽ ഞാൻ വായിച്ച ഒരു കടുകട്ടി ഡയലോഗുണ്ട്. അത് കടിച്ചാൽ പൊട്ടാത്ത 3-4 ഇംഗ്ലീഷ് വാക്കുകളും അതാണ് എനിക്ക് ക്ലോസ് വെച്ചിരിക്കുന്നത്. ഞാൻ ശരിക്കും പേടിച്ചു. നമുക്കിപ്പോൾ വരും. ഇപ്പം പിഷാരടിയുടെ വെപ്രാളം കണ്ടപ്പോൾ എൻ്റെ എല്ലാ ഇതും പോയി. കാര്യം പിഷാരടി പറഞ്ഞു, ഇന്നിനി പാക്കപ്പ് വന്നിരുന്നിട്ട് ഞാൻ അരി പറിക്കുക. മമ്മൂക്കയ്ക്ക് ദേഷ്യം വന്ന് പോയി കഴിഞ്ഞാൽ അന്നത്തെ ഷൂട്ടിങ് പോയില്ലേ. അയ്യോ, ഇക്ക വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇപ്പം മനോജ് ഏട്ടൻ പറഞ്ഞു, സിന്ധു പുള്ളിക്കാരൻ്റെ മൂഡ് പോലെ ഇരിക്കും, വന്ന് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇട്ടിട്ട് പോവും, ഉള്ളതും കൂടെ കൂടി. അവസാനം മമ്മൂക്ക വന്നപ്പം പരിചയത്തിന്റെ യാതൊരു ഇതും കാണിക്കുന്നില്ല എന്നുള്ളത്. അപ്പം നമുക്ക് എന്ന് പറഞ്ഞ് വെച്ച് ഞാൻ പറഞ്ഞു, ഇക്ക ഞാൻ ഇതിങ്ങനെ ഡയലോഗ് പഠിച്ചില്ല, എൻ്റെ തൊണ്ടയിൽ വെള്ളമില്ല, ഞാൻ ഇതുപോലെ ടെൻഷൻ അടിച്ചിട്ടില്ല. പിഷാരടി എന്നൊരു വിളിച്ചു. പിഷാരടി വിചാരിച്ചെന്താ, അതെ. പക്ഷെ ഇത് സീൻ കൊണ്ടുപോകാന്ന് പറഞ്ഞു. എന്നിട്ട് ഇതിലേതാടോ തനിക്ക് ഇതായിട്ടുള്ളത്? ഞാൻ പറഞ്ഞു, ഈ ഡയലോഗാണ്. ഇതിലെന്താ ഇത്രയുള്ള? ഞാൻ പറഞ്ഞു, അതിനകത്ത് ഇച്ചിരി കടുകട്ടി വാക്കുകളുണ്ട്, അത് മാത്രം താൻ മെമ്മറിയിൽ ആദ്യം വെക്കൂ, എന്നിട്ടൊന്ന് പറഞ്ഞു നോക്കിയേ. ഞാൻ 2 തവണ പറഞ്ഞു. എന്നിട്ട് ഇപ്പോൾ ഇക്കയ്ക്ക് ചിരി വരുന്നുണ്ട്, എന്നിട്ട് ഇക്ക പറഞ്ഞു, താൻ ടീച്ചറായിരുന്നില്ലേ? ഞാൻ ഒരു 3-4 വർഷം സെൻറ്റ് ആൻ്റണീസ് എന്ന് പറഞ്ഞ സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇക്കയോടെ ഞാൻ പറഞ്ഞത് ഇക്കയ്ക്ക് മെമ്മറിയിലുണ്ട്, ഓർമ്മയുണ്ട്. അപ്പോൾ ഇക്ക പറഞ്ഞു, താൻ ടീച്ചറായിരുന്നതല്ലേ, എനിക്ക് എന്താ പിന്നെ ഡയലോഗ് ഓടിക്കാൻ എത്ര പാട്, ഒന്ന് പറഞ്ഞു നോക്കിയേ. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായെന്ന പോലെ സംസാരിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു, പിഷാരടി റോളി ഫസ്റ്റ് ടേക്ക് ഓക്കെ. ഫസ്റ്റ് ടേക്ക് ഞാൻ ഓക്കെ ആക്കി. സത്യം ഓർമ്മയുണ്ടോ? ഡയലോഗ് ഇപ്പോൾ വലിയ ഓർമ്മയില്ല, എന്നാലും എന്ത് സംഭവം മറന്നുപോയി.
ഒന്നും ഓർമ്മയില്ല. അലുമിനിയം അസോസിയേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഞങ്ങൾ ഇവിടെ ഒരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്തോ ഒരു അതിനകത്ത് കുറച്ച് കടുകട്ടി ഡയലോഗ് ഉണ്ട്. അപ്പം ഇപ്പം ചേച്ചി ഇപ്പോൾ പറഞ്ഞു ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ചു, ഈ ഗാനഗന്ധർവൻ, ഇങ്ങനെ ഓരോരോ ഘട്ടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ സിനിമയിൽ ഒരുപാട് ചേഞ്ചസുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ കാരവൻ്റെ കാര്യം പറഞ്ഞതുപോലെ അല്ലേ, ഇപ്പോൾ കാരവൺ ഉണ്ട്. മുമ്പൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനത്തെ ഒരു ഫെസിലിറ്റിയും കാര്യങ്ങളും ഇല്ല. അപ്പം അതിനെക്കുറിച്ച് എന്താ പറയാനുള്ള ആ ഒരു ഫെസിലിറ്റിയും കാര്യങ്ങളും? അത്രയ്ക്കൊന്നും ആധികാരികമായിട്ട് എനിക്ക് പറയാറായിട്ടില്ല. കാര്യം എൻ്റെ അമ്മായിയച്ഛനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ പറയും. കാര്യം പണ്ട് എല്ലാവരും മമ്മൂട്ടി, മോഹൻലാൽ എല്ലാം മൾട്ടി സ്റ്റാർ അടങ്ങുന്ന ഒരു സിനിമയാണെങ്കിൽ കൂടി ബാക്കി എല്ലാവരും ഒന്നിച്ചു വന്നിരിക്കും, സംസാരവും അവരുമായിട്ടുള്ള ഒരു ഇൻ്ററാക്ഷൻ. ഇപ്പം അത് ഇല്ല എന്നാണ് അച്ഛൻ പറയുന്നത്. ഇപ്പം സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ എല്ലാവരും ഓരോ മൂലയിൽ ഓരോ 2-3 കാരവാൻ കാണും, അതിനകത്തിരിക്കും. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുശല സംഭാഷണങ്ങളില്ല, അതിനുള്ള സമയമില്ല, ആർക്കും ഒരു ഇൻറ്റിമസി ഇല്ല എന്ന് പറയും. വളരെ കറക്റ്റ്. നമ്മുടെ സീരിയൽ എടുത്താലും അതെ. ഇപ്പൊ ഒരു റൂമിൽ എല്ലാ ആർട്ടിസ്റ്റുകൾ ഇരുന്നാലും എല്ലാവരും ഫോണില്ല, ഒന്നും പറയാനില്ല. ഇപ്പൊ നമ്മളൊരു ഫംഗ്ഷന് പോയാൽ അങ്ങനെ തന്നെയാണ് അല്ലേ. ഒരു ഫംഗ്ഷന് പോയാൽ ഒരു കുടുംബത്തിൽ നമ്മൾ കൂടുന്ന ഒരു ഫംഗ്ഷൻ ആയാലും ഒരു ട്രെയിനിൽ പോയാലും അല്ലേ, നമുക്ക് എവിടെ പോയാലും ആരും ഫേസ് ടു ഫേസ് ഒന്നും സംസാരിക്കുന്നില്ല. പണ്ടത്തെ കാലമേ അല്ല. ഇപ്പൊ എല്ലാവരുടെ കയ്യിൽ ഇപ്പൊ മറ്റേ ഓൺലൈൻ ക്ലാസ് വന്നപ്പോൾ പിള്ളേരുടെ കയ്യിൽ വരെ ഫോണാണ്. അതാണ് ഇപ്പോഴത്തെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഓണം എടുത്താലും, ഓണം എന്ന് പറയുമ്പോൾ എന്താ അല്ലേ, ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഊഞ്ഞാല്, അത്തപ്പൂക്കളം, ഒരുമിച്ചിരിക്കുക, സദ്യ കഴിക്കുക അല്ലേ. ഇപ്പൊ എല്ലാം മാറിയില്ലേ അല്ലേ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് വേണ്ടല്ലോ. അതെ, അവരും ഈ നാട്ടിൽ പോവുക മടിയാണല്ലോ. ഞങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് പോകുന്നു, അല്ലെങ്കിൽ നമുക്ക് അച്ഛനമ്മ മക്കൾക്ക് മാത്രമായിട്ടൊരു ട്രിപ്പ് പോകാം. കുട്ടികളുടെ മൈൻഡും അതായി. നമ്മളൊക്കെ ആണെങ്കിൽ, ഞാനൊക്കെ ആണെങ്കിൽ പറയാം അപ്പച്ചിമാരെ കാണണം, അവരുടെ മക്കളെ കാണാൻ നാട്ടിൽ പോകണം. അതൊരു ഭയങ്കര സന്തോഷം. തിരിച്ചു വരുമ്പോൾ കരഞ്ഞിട്ടൊക്കെയാണ് വരുന്നത്, ട്രെയിനിലും ബസ്സിലും ഒക്കെ ഇരുന്ന്. ഇനി നാളെ തൊട്ട് സ്കൂളിൽ പോകണമല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട്. ഇപ്പൊ എല്ലാം നിപ്പിലാണ് നമ്മൾ ട്രിപ്പ് പോകുന്നത്, ഗേൾസ് ട്രിപ്പ് സെപ്പറേറ്റ് അല്ലേ. അതിപ്പോ പണ്ടത്തെ കാലം അല്ല. പണ്ടൊക്കെ നമ്മൾ ഒരു ട്രിപ്പ് പോകാൻ വേണ്ടി കൊതിച്ചിട്ടുണ്ട്. ഇപ്പൊ പിന്നെ നിപ്പില് നമുക്ക് വണ്ടി എടുക്കാം. കോടികൾ തന്നെ. എന്താ ഒരു പുതിയ ഡ്രസ്സ് കിട്ടണമെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതെ അല്ലേ. ഓണം, ക്രിസ്മസ്, വിഷുവിനൊക്കെ വരും, അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ കിട്ടും. ഇപ്പൊ പിന്നെ മാസം ആഴ്ചയിൽ ഓൺലൈനിൽ വഴി ഡ്രസ്സ് വരുന്നുണ്ട്. കുക്കിങ്ങിന്റെ കാര്യം പറഞ്ഞാൽ അങ്ങനെ തന്നെ. നമ്മൾ ചിലപ്പോൾ വീക്കിലി ആയിരിക്കും. നമ്മൾ പണ്ട് കാലങ്ങളിൽ ഈ ഇറച്ചി ആയാലും എന്താ അല്ലേ, പണ്ട് കാലങ്ങളിൽ വീക്കിലി ആയിരിക്കും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓണത്തിന്റെ സദ്യയുടെ വലിയ പ്രത്യേകതയൊന്നുമില്ല. കാര്യം എന്നും ഓണമാണ്. എല്ലാവരുടെ വീട്ടിലും എല്ലാം ഉണ്ടാക്കുന്നുണ്ട്, ഇഷ്ടവിഭവങ്ങളെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനൊരു പുതുമയില്ല കുട്ടികൾക്കായാലും. ചേച്ചി അപ്പോൾ ബാലതാരമായിട്ടാണ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു. അത് സത്യം പറഞ്ഞേ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ചേച്ചി പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. ഞാൻ പിന്നെ അത് കണ്ടിട്ടില്ല, കാണാൻ ചാൻസേ ഇല്ല. പിന്നെ കുറേ ഗ്യാപ്പിന് ശേഷമാണ് ചേച്ചി പിന്നെ റീ എൻട്രി ആയെന്ന് തോന്നുന്നു അല്ലേ. മാരേജിന് ശേഷമാണ്, കുട്ടികളൊക്കെ ആയ ശേഷം. ഈ ഇടയ്ക്ക് എന്താണ്? ഈ ഇടയ്ക്കെന്ന് പറഞ്ഞാൽ 2012 കോവിഡ് ആ സമയം അല്ല, കോവിഡിനൊക്കെ മുന്നേ. അതെ, പരസ്പരത്തിലാണ് ഞാൻ ഫസ്റ്റ് ചേച്ചി കാണുന്നത്. പരസ്പരത്തിന് മുമ്പ് ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് ചേട്ടൻ്റെ കൂടെ, അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സ്വാമി വിവേകാനന്ദൻ ജയ് ഹിന്ദ് ചാനലിൽ വരുന്ന ഒരു ഡോക്യുമെൻ്ററി അല്ല, ഒരു സീരിയൽ, അദ്ദേഹത്തിൻ്റെ കഥ പറയുന്ന ഒരു സീരിയലാണ് ഈ. അപ്പോൾ കന്യാകുമാരിയിൽ വിവേകാനന്ദ പാറയിൽ ഒരു ഷൂട്ടിങ്ങിനും കൊടുക്കാറില്ല അവിടുത്തെ ഗവൺമെൻറ്, അവർ അനുവദിക്കില്ല. അപ്പം അത് സ്വാമിജിയെ കുറിച്ചുള്ളതായതുകൊണ്ട് അന്ന് ഒരു ദിവസത്തെ ഡേറ്റ് കൊടുത്തിരുന്നു, പെർമിഷൻ. അപ്പം ഫുൾ ക്രൂ അവിടേക്ക് പോയി കഴിഞ്ഞു. ആർട്ടിസ്റ്റുകളും ക്യാമറയും മാത്രം അന്ന് രാവിലെ പോയാൽ മതി കന്യാകുമാരിക്ക്. തലേന്ന് ഫ്ലഡ് കാരണം ചേട്ടൻ്റെ വൈഫായിട്ട് അഭിനയിക്കുന്ന അർച്ചനയാണെന്ന് തോന്നുന്നു, ആ കുട്ടിക്ക് വരാൻ പറ്റാണ്ടായി. ഫ്ലൈറ്റ് ഇല്ല, ക്യാൻസലായതുകൊണ്ട്. അങ്ങനെ പെട്ടെന്നൊരു ആർട്ടിസ്റ്റിനെ അവർ തപ്പി അവസാനം ചാനലിൽ നിന്ന് ആ ഡയറക്ടർ സജിൻ ലാലാണ് സാറ്, അദ്ദേഹവും കൂടി ചോദിച്ച് ഇങ്ങനെ വൈഫിനെ കൊണ്ടുവരും. അവസാനം എന്നോട് പറഞ്ഞു, നീ എനക്ക് വന്നൂടെ, ഒന്ന് അഭിനയിച്ചൂടെ, നീ അഭിനയിക്കാത്ത ആളൊന്നും അല്ലല്ലോ, ബാലതാരമായിട്ടൊക്കെ ചെയ്തതല്ലേ. അങ്ങനെയാണ് ഞാൻ പറഞ്ഞു, എനിക്കൊരു ഡയലോഗ് പോലും തരരുത്, വെറുതെ നിൽക്കാൻ, ഭാര്യയായിട്ട് കൂടെ നിൽക്കാം, എല്ലാ ടച്ചും വിട്ടില്ലേ. അങ്ങനെയാണ് അവിടെ പോയി അഭിനയിച്ചത്. അത് പക്ഷേ കുറച്ച് എപ്പിസോഡ് ചെയ്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏഷ്യാനെറ്റിലെ പരസ്പരം സീരിയലിൽ നിന്ന് അത് കണ്ടിട്ട് വിളിച്ചതാണ്. അത് അറിഞ്ഞിട്ട് റീ എൻട്രി ആയെന്ന് അറിഞ്ഞിട്ട്
പരസ്പരം അന്ന് പരസ്പരം ഹിറ്റായിട്ട് ഓടുന്ന ഒരു അപ്പൊ എൻ്റെ അച്ഛനും അമ്മായിയച്ഛനൊക്കെ പറഞ്ഞു സിന്ധു ഓരോരുത്തർക്ക് ഇത് കിട്ടാൻ നോക്കിയിരിക്കുന്നു, സിന്ധുവിന് ഇങ്ങനെ ഒരു അവസരം കിട്ടിയിട്ട് വേണ്ടാന്ന് വെക്കരുത്. അങ്ങനെ അവരുടെ നിർബന്ധ പ്രകാരം ഇറങ്ങിയതാണ്. അതൊക്കെ എനിക്ക് തോന്നുന്നു ദൈവത്തിൻ്റെ കണക്കുകൂട്ടലുകളാവാം. അത് തന്നെയാണ്. അല്ലെങ്കിൽ എനിക്ക് ഇന്നിപ്പോൾ ജീവിതത്തിൽ ഈ ഒരു സ്റ്റേജിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അത് ശരിയാണ്, വളരെ കറക്റ്റാണ്. അപ്പോൾ ചേച്ചി ഇപ്പോൾ പാട്ട് പാടുമെന്ന് പറഞ്ഞു, ഇപ്പൊ ത്രോട്ട് എന്ത് പ്രശ്നമാണെന്ന് പറഞ്ഞു, ഡാൻസും മോളെ സത്യം പറയുമല്ലോ, ഡാൻസ് ഇപ്പം ഞാൻ ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. കാര്യം എനിക്ക് എക്സസൈസ് ചെയ്യാൻ മടിയാണ്, പക്ഷെ ഡാൻസ് ഇഷ്ടമാണ്. ഞാൻ റിഗാറ്റയിലെ ഗിരിജ ടീച്ചറിൻ്റെ ശിഷ്യയായിരുന്നു. 5-6 വർഷം ഭരതനാട്യം ക്ലാസിക്കൽ പഠിച്ചതാണ്. പക്ഷെ ഇപ്പോൾ ഇച്ചിരി ബാക്ക് പെയിനൊക്കെ ഉണ്ട്, മുട്ടുവേദനയുണ്ട്. പിന്നെ ഞാനും ഒരു 2-3 ദിവസത്തിന് മുമ്പ് അരമണ്ഡലം ഇരുന്നിട്ട് ഒന്ന് മുഴുമണ്ഡലം ഇരുന്ന് നോക്കിയതാ. കുറച്ച് സമയത്തേക്ക് പിന്നെ എനിക്ക് ഇരുന്നിടത്തുനിന്ന് എനിക്ക് പോയി ആ അവസ്ഥയിലിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ചേച്ചിയുടെ എല്ലാ വിശേഷങ്ങളും ഞാൻ ചോദിച്ചു, ചേച്ചി എല്ലാം പറഞ്ഞു. നിങ്ങളെപ്പോലെ തന്നെ ഞാനും എല്ലാം അറിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക.